ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്ക് ഒരു DIY ആയിട്ട് വാഷി ടേപ്പ് ഉണ്ടാക്കിയ കുറേ നാളായി ഈ ജേർണൽ സപ്ലൈസ് ഒന്നും കൊണ്ടായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വൈറ്റ് ആയിട്ടുള്ള A4 സൈസ് ഷീറ്റ് പേപ്പർ ഇങ്ങനെ കോളമായിട്ട് ഏകദേശം 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്റർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വരയ്ക്കാം. അപ്പം ചെറുതായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ വരയ്ക്കണമെന്നില്ല. ചെറിയ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇന്നത്തെ പോലെ ലോളായിട്ട് കിട്ടണമെന്നില്ല വാഷി ടേപ്പ്. ഇപ്പം ചെറിയ സ്ട്രിപ്പായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റോളായിട്ട് ഉണ്ടാക്കി കാണിക്കണം. അപ്പം ഇഷ്ടമുള്ള അത്രയും വരയ്ക്കുകയാണ്. നമ്മൾ ആദ്യം ലൈൻ ഇട്ട് കൊടുക്കുകയാണ്, കാരണം ബോർഡർ വരയ്ക്കാണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ബ്ലാക്കിൽ നിന്ന് തന്നെ തുടങ്ങുവാണ്. അപ്പോൾ എൻ്റെ ബ്ലാക്ക് പെൻ ഒത്തിരി ബ്ലാക്ക് കളറും ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് അങ്ങ് തീർന്നിരിക്കാം. എന്തായാലും സാരമില്ല, ഓൾക്കുള്ള ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെറിയ സിമ്പിൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ചില എസ്തറ്റിക് ചപ്പിലോ ജേർണൽ സപ്ലൈക്കൊക്കെ ബ്ലാക്ക് ഇടുമ്പോൾ നല്ലൊരു സൂപ്പറായിട്ടല്ലേ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഇത് ആർക്കേത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം കേട്ടോ, പാൻഡയുടെ കളർ പോലെ അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ചുമ്മാ നമ്മുടെ ബ്ലാക്ക് പെന്ന് വെച്ച് വരച്ചെടുക്കുകയാണ്. ആദ്യം ഞാൻ വരച്ചപ്പോൾ എൻ്റെ ബ്ലാക്ക് പെൻ തീർന്ന് അന്നേരം അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ബ്ലാക്ക് പെൻ കൊണ്ട് ആദ്യം ലയിച്ചു, അത് വെർട്ടിക്കൽ പിന്നെ ഹൊറിസോണ്ടൽ രണ്ട് രീതിയിൽ നമ്മൾ വരച്ച് നമ്മളിങ്ങനെ ഈ കോളമായിട്ട് വരച്ചിട്ടുണ്ടോ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയില്ലേ, വരച്ചാന്ന് പോലും നമ്മൾ വിചാരിക്കത്തില്ല അല്ലേ. ഇനി അടുത്ത് ഞാൻ ഫുള്ള് ബ്ലാക്കായിട്ട് അടുക്കി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്കെച്ച് പെൻ വളരെ കളറിലില്ല. നിങ്ങൾ വേണമെങ്കിൽ സ്കെച്ച് പെൻ ഇല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ നമ്മൾ അക്രിലിക് കളറോ പോസ്റ്റർ കളറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ പോസ്റ്റർ കളറും തീരാറായി, വളരെ ബുദ്ധിമുട്ടിയാണ് തീർന്നത്. ഇനി ബ്ലാക്ക് മേടിക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു കോളം ഫുള്ള് വരച്ച് കൊടുത്ത ശേഷം ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ യൂസ് ചെയ്യാം. ആദ്യം ഞാൻ ഗോൾഡൻ ഈ ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്തപ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ ഗോൾഡൻ്റെ തന്നെ നമ്മൾ കളറില്ലേ, അക്രിലിക് കളർ, അതാണ് പിന്നെ യൂസ് ചെയ്തത്. ആദ്യം നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ലായിരുന്നേ. അപ്പോൾ ഗോൾഡൻ കളർ വെച്ച് പിന്നെ യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബ്ലാക്കിൻ്റെ പൊടി ഗോൾഡൻ അടിക്കുന്ന നല്ല സൂപ്പറാണ്. ബ്ലാക്കിൻ്റെ പൊടി സിൽവർ കളർ അടിക്കുന്നതാണ്. പിന്നെ വൈറ്റ് കളർ, അങ്ങനെ ഒത്തിരി കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവായിട്ട്. ഇപ്പോൾ സിമ്പിളായിരിക്കും, ഒന്നും വലിയ കഷ്ടപ്പാടില്ലാത്ത നമ്മുടെ ഒരു അടുത്ത വാഷി ടിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വൈറ്റിൽ തന്നെ ബ്ലാക്ക് നമ്മുടെ ഹാർട്ട് വരച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർ വരയ്ക്കാം. അപ്പം ഞാൻ ഹാർട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഇമാജിനേഷൻ, നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് വാഷി ടേപ്പ് യൂസ് ചെയ്യാം. പ്രത്യേക ഇങ്ങനെ റൂൾസ് ഒന്നുമില്ല ഇതിന്. അപ്പം പിന്നെ സ്ട്രിപ്പിൻ്റെ വലിപ്പം തന്നെ 1 സെൻറ്റിമീറ്റർ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സെൻറ്റിമീറ്റർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള വരയ്ക്കാം. പിന്നെ ഇത് തന്നെ നമുക്ക് പാറ്റേൺ പേപ്പറിലും നിങ്ങൾക്ക് സെയിം ഡിസൈൻ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പറിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു അടുത്ത വാഷി ടേപ്പ് ഇനി വീണ്ടും ഞാൻ ബ്ലാക്ക് വേറൊരു ബ്രഷ് പെൻ കണ്ടുപിടിച്ച് അതുകൊണ്ട് വരച്ചു. അതും തീരാറായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ഈ വൈറ്റ് പെന്നില്ലേ, അതിൻ്റെ പേര് നമ്മുടെ ഈ എറേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേരില്ലേ, അത് വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് പെന്നാണെങ്കിൽ വൈറ്റ് പെൻ യൂസ് ചെയ്യാം. ഇനി അടുത്ത് കഷ്ടപ്പാടിന് നമ്മൾ തീർന്ന് നോക്കിയപ്പോൾ സ്കെച്ച് പെൻ്റെ എല്ലാം തീർന്ന് കണ്ടപ്പോൾ ഇനി ഇച്ചിരി ഉള്ളായിരുന്നു ആ ബ്ലാക്ക് കളർ വെച്ച് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് കൊടുക്കുവാണ്. അപ്പം നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു അല്ലേ, പ്ലാനിങ് ഫുൾ ഓഫ് ആയിപ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ചെയ്യാതെ വരത്തത്തില്ലല്ലോ. അപ്പം ഇനി ഞാൻ ആദ്യം വൈറ്റ് ഈ കളർ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ പോസ്റ്റർ കളറോ വാട്ടർ കളറോ യൂസ് ചെയ്യണമെങ്കിൽ അത് ഉണങ്ങാൻ സമയം കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ ബ്രഷ് പെൻ പോലെയോ സ്കെച്ച് പെൻ പോലെയോ അല്ല, അത് സമയം എടുക്കും. അപ്പം അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്കിൻ്റെ പണ്ട് ഈ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നൊരു പേനയുടെ ഇതുണ്ടായിരുന്നേ, ഒരു ബോട്ടിലുണ്ട്. അത് വെച്ച് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം അപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലാക്ക് ഓൾറെഡി ഞാൻ കളർ അടിച്ച് വെച്ചത്, അപ്പോൾ അത് ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ വൈറ്റ് ഹാർട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഫുൾ ഞാൻ ഔട്ട്ലൈൻ മാത്രമേ ഉള്ള ഹാർട്ടാണ് വരയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കളർ അടിച്ചുള്ള ഹാർട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ തീരുമാനം, നമുക്കിഷ്ടമുള്ള നമ്മുടെ വാഷി ടിപ്പ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കടയിൽ നിന്ന് പിടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇനി തന്നെ അടുത്ത ബ്ലാക്ക് കളറിനകത്ത് ഞാൻ ഗോൾഡൻ കളറിലുള്ള ഹാർട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ഏകദേശമൊക്കെ നമ്മുടെ വാഷി ടേപ്പ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇഷ്ടംപോലെ എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനേഴ്സ് വേണമെങ്കിൽ കർവായിട്ട് വരയ്ക്കാം, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം, ചുമ്മാ ഡോട്ട് മാത്രം വരയ്ക്കാം, അല്ലെങ്കിൽ വൈറ്റിന് മുകളിൽ എന്തെങ്കിലും സ്റ്റിക്കിംഗ് ടൈപ്പ് ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിപ്പായിട്ട് കണ്ടിച്ച് ഒട്ടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു ചെറിയ പേപ്പർ, ഒരു ചാർട്ട് പേപ്പർ എടുത്ത ശേഷം അതിനെ റോളായിട്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ റോളാക്കി ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ സാധാരണ വാഷി ടേപ്പ് കിട്ടത്തില്ല, അതുകൂടെ ഒട്ടിക്കുക. അപ്പം ഞാൻ ആദ്യം അതിനെ കണ്ടിച്ചെടുക്കുകയാണ്. അതിനാണ് ആദ്യം ബോർഡർ വരച്ചു കൊടുത്തത്. അത്രയും ബോർഡർ എല്ലാം ഉണങ്ങി കഴിഞ്ഞ ശേഷം കണ്ടിക്കുക, അല്ലെങ്കിൽ പടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാൻ റോൾ ഉണ്ടാക്കി കൊടുത്ത് ഇച്ചിരി കട്ടിയുള്ള പേപ്പറിൽ ഉണ്ടാക്കണേ. A4 സൈസിൻ്റെ ചുമ്മാ ചാർട്ട് പേപ്പറിൽ ചുമ്മാ നമ്മൾ കട്ടിയുള്ള ഐവറി ഷീറ്റ് എന്തെങ്കിലും വെച്ച് റോൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ആദ്യം ഞാൻ
സൈസ് കൂടുതൽ റോളാണ് ഉണ്ടാക്കിയത്. പിന്നെ മനസ്സിലത് വാശി ടേപ്പിൻ്റെ സൈസ് കുറവാണ്. അപ്പം വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ കണ്ടിച്ച് കളഞ്ഞ് നമുക്കിങ്ങനെ ജസ്റ്റ് സെല്ലോ ടോപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് ബാക്കിൽ ഡബിൾ സൈഡ് ടോപ്പ് ഉണ്ടാക്കാം. എനിക്ക് ഡബിൾ സൈഡ് അന്ന് ആവശ്യമുള്ളപ്പോൾ എടുത്തുമ്പം യൂസ് ചെയ്താൽ മതി ഉദ്ദേശത്തിന് ഞാൻ ഡബിൾ സൈഡ് ടൈപ്പ് ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ റോളാക്കിയ ശേഷം നമ്മൾ ഒട്ടിച്ച് ലാസ്റ്റ് ഒരു സെല്ലോ ടോപ്പ് ഒട്ടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് റോളാക്കി വെക്കാം. അത് റോളടിയാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഓരോന്ന് സ്ട്രിപ്പ് കണ്ടിച്ചിട്ട് ഏതെങ്കിലും ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ടുള്ള നമ്മുടെ വാശി ടേപ്പ് റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഏതാണെന്ന് വെച്ചാൽ പറയണേ. ബൈ.